ഇന്ന് രാവിലെ നടന്ന കിച്ചൺ ടീമിലെ വഴക്ക് ഫുഡ് ലേറ്റായി എന്ന് പറഞ്ഞ് നടന്ന ഒരു വഴക്കുണ്ട്. ആ വഴക്കിൽ ആക്ച്വലി എല്ലാവരും പറയുന്നുണ്ട്, ഷാനവാസും അക്ബറും ഒക്കെ പറയുന്നുണ്ട്, അനുമോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കിച്ചൺ ടീമിലുള്ള 6 പേർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വഴക്കുണ്ടാക്കുന്നത്. കാരണം ഫുഡ് ലേറ്റായി. ഈ സമയത്ത് അനുമോൾ ഉണ്ടല്ലോ, 6 പേര് എന്തിനാ നിങ്ങൾ വിളിക്കുന്നത്, ഇവിടെ 6 പേർക്കും കൂടെ വന്ന് നിൽക്കാൻ പറ്റുമോ, എന്തിനാണ് 6 പേരെ പറയുന്നത് എന്നും പറഞ്ഞും കൊണ്ട് അനുമോൾ അങ്ങോട്ട് ചാടിയപ്പോഴാണ് ഷാനവാസും അക്ബറും എല്ലാവരും അനുമോൾക്കെതിരെ തിരിയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, അനുമോളുടെ ഏറ്റവും വലിയ നല്ലതും മോശവുമായ സാധനം അനുമോളുടെ നാക്കാണ്. എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെയാണ്. അനുമോളുടെ കേസിൽ കുറച്ച് കൂടുതൽ പ്രശ്നമാണ് അനുമോളുടെ നാക്ക്. നാക്കും വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് അനുമോൾക്ക് നല്ലത്. ചില സമയങ്ങളിൽ അനുമോൾ നല്ല സ്മാർട്ടാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, അടിപൊളി പ്ലെയറാണ്, ധൈര്യമുണ്ട്, ഒക്കെ ശരിയാണ്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും കയറിയിട്ട് വായിട്ടലയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേണ്ടാത്ത പണികളൊക്കെ എടുത്ത് തോളി വെക്കേണ്ടി വരും. കിച്ചൺ ടീം ഇനി എത്ര ന്യായം പറഞ്ഞാലും ഫുഡ് ലേറ്റായി എന്ന് പറയുന്ന സത്യമാണ്. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അത് ആർക്കുമുണ്ട് അല്ലേ? അവർ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരോട് മര്യാദയ്ക്ക് സോറി ലേറ്റായി പോയി, നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് പറ്റിയത്, അബദ്ധം പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്ക്, ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിക്ക്, ഇന്നലെ വരെ നമ്മൾ നല്ലപോലെ ഫുഡ് തന്നെയല്ലേ, നാളെ ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ, മാന്യമായി പറഞ്ഞാൽ അവരെല്ലാവരും കേൾക്കും. അവിടെ ഉള്ളവരൊക്കെ സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്. ഇവരിൽ പലരും കിച്ചൺ ടീമിൽ ഉണ്ടായപ്പോഴൊക്കെ ഫുഡ് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന രീതിക്കൊരു കുഴപ്പമുണ്ട്. നമ്മളങ്ങ് ചാടിക്കടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നവരൊക്കെ അത് കേട്ട് വാലും ചുരുട്ടി പോകുന്നവരൊന്നുമല്ല. അപ്പം അനുമോളുടെ ഈ ചാട്ടം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് നിർത്തുന്നതായിരിക്കും ഗെയിമിൽ അനുമോൾക്ക് നല്ലതെന്ന് തോന്നുന്നു. അക്ബറൊക്കെ പറയുകയാണ് അനുമോളെ മാത്രം കുറ്റം പറയേണ്ട, അവർ സപ്പോർട്ട് ചെയ്യുകയാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ അവിടെ കയറിയിട്ട് ഈ 6 പേർക്ക് വേണ്ടി അങ്ങ് സംസാരിക്കാൻ പോയി. ഈ 6 പേരും നേരത്തെ തന്നെ അനുമോളെ തലയിൽ ഇട്ടിട്ട് നിൽക്കുകയായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഇവരത് പറയുന്നത്. ഷാനവാസും അക്ബറും കൂടെയൊക്കെ പറഞ്ഞത് ഈ മറ്റ് 5 പേര് അവിടെ കൈയൊഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് അനുമോളെ മാത്രം പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഉടനെ അനുമോൾ ഇവരുടെ തലയിലോട്ട് കയറി. അപ്പോഴാണ് അവർക്കൊക്കെ ദേഷ്യം വന്നിട്ട് അവർ അനുമോളുടെ പുറകെ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കരച്ചിലുണ്ട്, അതാണ് സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് പോലെ അവിടെ നിൽക്കണം, പിന്നെ നിന്ന് മോങ്ങരുത്. ഇത് പറയാനുള്ള പറയുകയും ചെയ്യും, പിന്നെ ഒരു മോങ്ങലും, അത് ഭയങ്കര ബോറാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. എനിക്ക് സീരിയസ്ലി തോന്നിയിട്ടുണ്ട്, ഈ വീട്ടിനകത്തുള്ളതിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ അനുമോൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആര്യൻ്റെ അടുത്തൊക്കെ കാണിക്കുന്ന കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും അനുമോളുടെ ക്യാരക്ടർ എനിക്ക് കുറച്ച് ജെന്യൂൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അഭിനയിച്ച് നിൽക്കുന്നതല്ല, അഭിനയിച്ച് കുറേ ക്യൂട്ട്നെസ് ഇട്ടും ദേഷ്യം കാണിച്ചും ആര്യൻ്റെ കൂടെ കണ്ടന്റ് ഉണ്ടാക്കി വെക്കാൻ അനുമോൾ പലതും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദേഷ്യവും പെട്ടെന്നുള്ള റിയാക്ഷനും ഇമോഷൻസും ഒക്കെ കുറച്ച് ജെന്യൂൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ആരെയും അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും ജഡ്ജ് ചെയ്യാനൊന്നും കുറച്ച് ദിവസം കൊണ്ടൊന്നും പറ്റില്ല. ഇനി കുറേ ദിവസം കഴിയട്ടെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.